ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 25 മുതൽ 27 വരെ. ശിമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വച്ച് പത്രോസ് കാതർത്തവൻ്റെ ചാർച്ചക്കാരനായ ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 25 മുതൽ 27 വരെ. ശിമോൻ പത്രോസ് എന്ന കർത്താവിൻ്റെ പ്രിയ ശിഷ്യൻ യേശുവിനെ പരസ്യമായി തള്ളിപ്പറയുന്നതാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ ക്രിസ്തു ശിഷ്യൻ പത്രോസിൻ്റെ ജീവിതത്തെ നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി ധ്യാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പത്രോസിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിനെ അഥവാ ഗുരുവിനെ തള്ളിപ്പറയുവാൻ ഇടയായ ചില കാരണങ്ങളാണ് നാം ചില ദിവസങ്ങളായി ധ്യാനിച്ചു വന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തും അതിൻ്റെ തുടർച്ച നാം കാണുകയാണ്. പത്രോസിൻ്റെ പരസ്യമായ തള്ളിപ്പറയൽ. നീയും അവനോടുകൂടെ ഉള്ളവനല്ലേ എന്ന് ഒരു മനുഷ്യൻ ചോദിക്കുമ്പോൾ, പത്രോസ് അവിടെ ഞാനല്ല എന്ന് പറയുന്നത് കൊണ്ട് തൻ്റെ ശിഷ്യത്വം അവൻ മറച്ചു വയ്ക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കാനാകില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകുമെന്ന് യേശു പറഞ്ഞു. വിളക്ക് കത്തിച്ച് അത് തണ്ടിന്മേലത്രേ വയ്ക്കാറുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ് ക്രിസ്തു ശിഷ്യൻ. ആ വലിയ വെളിച്ചത്താൽ നിറയപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യന് മറഞ്ഞിരിക്കാനാകില്ല, സ്വയം മറയ്ക്കാനുമാകില്ല. ഇവിടെ പത്രോസ് തന്നെ മറയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രാണരക്ഷാർത്ഥം അഥവാ ജീവനെ പേടിച്ച് ഞാൻ അവനോടുകൂടെ ഉള്ളവനെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്നെയും അവർ പിടിച്ചു കൊണ്ടുപോയി കൊന്നുകളയുമെന്ന ഭയമായിരിക്കാം പത്രോസ് യേശുവിനെ ഞാനല്ല, ഞാൻ അറിയുന്നില്ല, ഞാൻ അവനോടുകൂടെ ഉള്ളവനല്ല എന്നൊക്കെ തള്ളിപ്പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു ശിഷ്യരെക്കുറിച്ച് നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. നാം വായിക്കുന്ന ന്യൂസ് പേപ്പർ. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യർക്ക് മറഞ്ഞിരിപ്പാനാകില്ല. നമ്മുടെ ഒരു വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ
സാക്ഷിക്കുവാൻ നമുക്കാകണം. ഒരുപക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും പത്രോസിനെ പോലെ കർത്താവിനെ തള്ളിപ്പറയുവാൻ നമുക്കിടയാകരുത്. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിയിടാം.